ഇത് ബാംഗ്ലൂരിൻ്റെ ഔട്ടറാണ്. കനകപുരയിലെ ഏതൊരു ഗ്രാമമാണ്. നോക്കിക്കേ, അത് ദൂരത്തായിട്ട് നമുക്ക് മലയൊക്കെ കാണാം. ഇത് കുറച്ച് ദൂരെയാണ്, ഫോണിൽ എത്ര കിട്ടുമെന്നറിയില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓടിച്ച് നോക്കിയത് ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫോർച്യൂണറിൻ്റെ മുൻഭാഗത്തൊരു ഡിസൈൻ എന്ന് പറയാം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു ഫോർച്യൂണറിൻ്റെ വീഡിയോ വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഒരു മുൻഭാഗം വരുന്നത് ഒരു ബോൾഡായിട്ടുള്ള ഒരു റഗഡ് ഫീലാണ് ഈ ഒരു വാഹനത്തിന് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആ ഹെഡ്ലൈറ്റുകളാകട്ടെ, ആ ഒരു ഗ്രില്ലുകളാകട്ടെ, ഒരു നമുക്ക് എന്താ പറയുക, ഒരു റഫ് ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നല്ല ലെങ്ത്തുള്ള ഒരു വലിയ ഒരു വാഹനമാണ്. നല്ല ലുക്ക് തന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അലൈവിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. സൈഡിൽ മിററിൽ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഡോറിലായിട്ട് റെക്കോ സെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കിത് വണ്ടി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചവിട്ടിൽ കയറാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിൻഭാഗത്തൊരു ഡിസൈൻ ഇതാണ്. അത് നോക്കിക്കാൻ നമുക്ക് ലിഡിലേക്ക് ചേർന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാൻഡിൻ്റെ ഡിസൈനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്കിന്ന് ജസ്റ്റ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. ഈ കീയിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഡിക്കി ഓപ്പൺ ആവുന്നതാണ്. ഇത് 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 2 സീറ്റുകളുണ്ട്. അത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബാക്കിൽ നല്ല ബൂട്ട് സ്പേസ് എല്ലാം കിട്ടും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് അടക്കാനായിട്ട് വീണ്ടും നമ്മൾ എന്താ പറയുക, ഈ കീയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൻ്റെ ഒരു ബൂട്ട് നമുക്ക് അടഞ്ഞു വരുന്നതാണ്. പാടുകളിൽ നമുക്ക് എന്താ പറയുക, ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഡോർ ഹാൻഡിലിൽ ലെതർ തീമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്പീക്കർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പിൻഭാഗത്തെ ഒരു സീറ്റ് എന്ന് പറയാം. 3 പേർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ലെങ്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ടണലുണ്ട്. അത്ര വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു വാഹനത്തിന്. നല്ല സ്പേസ് ഉണ്ട്. പിള്ളായിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഫോർച്യൂണറിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് പറയാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിന് എത്രയാണ് ഇതിനൊരു മൈലേജ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡ്രൈവർ സൈഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണാവുന്നതാണ്. നമ്മൾ മീറ്റർ ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർച്യൂണറിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു ലോഗോയൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക, ഒരു ഡ്രൈവറിന് വേണ്ട അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വാഹനത്തിൽ ഡിസ്പ്ലേയിൽ കാണിക്കാവുന്നതാണ്. മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കിന് ഡീസലിൽ 9.8 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത്. ഇത് ബാംഗ്ലൂർ സിറ്റിയിലും ഔട്ടറിലൊക്കെ കിടന്ന് ഓടുന്നതാണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മൈലേജാണ് ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. അത്യാവശ്യം കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്കായിട്ടൊരു ടൊയോട്ടോയുടെ ലോഗോ വരുന്നുണ്ട്. ഇതാണ് മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ലിവർ എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് പാർക്കിംഗ് വരുന്നുണ്ട്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ പ്ലസ് മൈനസ് ചെയ്ത് ഓടിക്കാവുന്ന ഓപ്ഷൻസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പലതരം ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇക്കോ മോഡ്, പവർ മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിൻ്റെ സ്വിച്ചുകളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിൻ്റെ ഉൾഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സീറ്റുകളാണെങ്കിലും നല്ല തൈ സപ്പോർട്ടുള്ളത്, നല്ല കുഷീനായിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡോക്യുമെൻ്റ് വെക്കാനുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് വെക്കാൻ പറ്റിയ ഒരു ഭാഗമുണ്ട്. എല്ലാം ലെതർ ഫിനിഷോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഡോർ പാഡുകളിൽ നമുക്ക് ആ ഒരു ലെതർ ഫിനിഷൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്പീക്കറിൻ്റെ ട്വീറ്റർ എല്ലാം ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സൺ ഹോൾഡർ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്താ പറയുക, ലൈറ്റ്സ് വാണിങ്ങളും മറ്റും കാര്യങ്ങളും ഈ ഭാഗത്തായിട്ട് ടോപ്പ് ലൈറ്റ്സും മറ്റും കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഈ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം.